ഹായ് ചങ്കേളെ, എല്ലാവർക്കും മഫ്ൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ രുചികരമായ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. ക്ലീൻ ചെയ്തെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ മസാലയ്ക്കൊന്ന് പുരട്ടി മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങനീര് അല്ലെങ്കിൽ വിനെഗർ, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മസാല പിടിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. അരമണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ മുഴുവനായിട്ടും നിരത്തി കൊടുക്കുക. ഇത് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാകും. ഇനി ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്യേണ്ടത്. ഒരു 3-4 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്യുക. അതിനുശേഷം മറിച്ചിട്ട് മറുവശവും കൂടി 3-4 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. ചെമ്മീൻ വേവാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഏകദേശം 7-8 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനിവിടെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ പോവുകയാണ്. ഇനി അതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത്, കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയാലുണ്ടല്ലോ, കുറഞ്ഞതൊരു 20 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് കുഞ്ഞുള്ളി, ചില സ്ഥലത്ത് ചുമന്നുള്ളി എന്നൊക്കെ പറയും. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയൊക്കെ ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഏകദേശം 1 മിനിറ്റ് വരെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ മൂത്തതായി ഇതുപോലെ ഒരു ഡാർക്ക് കളറായി വരുമ്പോൾ അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് 1 മിനിറ്റ് നേരം ഇതിനെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിക്കുക. ഏകദേശം 3 മിനിറ്റ് തക്കാളിയൊക്കെ വെന്തുടയുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചെടുക്കുക. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് ഈ പരുവമാവുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനാവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത്, പിന്നെ 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിനെ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വരെ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ എല്ലാം വറ്റിയതിന് ശേഷം അവസാനമായി 1 പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാനെന്ത് മനോഹരം നോക്കി. കാണാൻ മാത്രമല്ല കഴിക്കാൻ
അടിപൊളിയാണ്. ഒരു തവണ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ചെമ്മീൻ മേടിക്കുമ്പോൾ പഴയ രീതിയിൽ റോസ്റ്റ് തയ്യാറാക്കാതെ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ താഴെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് അറിയിക്കണേ. ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഫിൻ. ബായ് ബായ്.